മടിയന്മാരായ കുട്ടികളുണ്ടോ? ഉണ്ടോ? പാലക്കാട് മടിയന്മാരിൽ ഞാനവിടെ ഇറങ്ങുന്ന നിങ്ങൾ കാണാൻ പറ്റുമോ? മടിയന്മാരായ കുട്ടികളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈവരിക്കാമോ? മടിയന്മാരായ കുട്ടികൾ. ഓക്കെ. മടി വാസ്തവത്തിലെ ഒരു ലക്ഷണമാണ്, പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ലേസിനെസ് ഈസ് ഓൺലി എ സിംപ്റ്റം. മടിക്ക് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ. അനുസരണയുള്ള കുട്ടികളുണ്ടോ? അനുസരിക്കാത്ത കുട്ടികളുണ്ടോ? ഒരു കുട്ടി കുറച്ച് ആളുകൾ. ഓക്കെ, താങ്ക് യു. അനുസരിക്കേണ്ട കുട്ടികൾ ധാരാളമാണ്. ഞാൻ പറഞ്ഞു വെച്ചിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ ക്ലാസ്സുകളൊക്കെ പറയാം, അല്ലെങ്കിൽ പാരന്റ്സിനോടൊക്കെ പറയാം, ചിൽഡ്രൻ ഓൺലി ബിഹേവ്, ദേ ഡു നോട്ട് മിസ്ബിഹേവ്. കുട്ടികൾ വാസ്തവത്തിലെ മിസ്ബിഹേവിയർ കാണിക്കുന്നില്ല, അവരെ ബിഹേവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. തെറ്റ് ശരികളല്ല, അനുയോജ്യമായതും അനുയോജ്യമല്ലാത്തതും ആണെന്നാണ് പറയുകയാണ് ശരി. ഞാനൊരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിൽഡ്രൻ ബിഹേവ്, ദേ നോട്ട് മിസ്ബിഹേവ്. നേരത്തെ ജയറാം ഡോക്ടർ പറഞ്ഞു, കൽപ്പിച്ചു കൂട്ടി കരുതി കൂട്ടി ഒരു കുട്ടി മടിയനാവുക, കരുതി കൂട്ടി ഒരു കുട്ടി തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, തട്ടി വീഴുന്നതാണ്. ഈ 4 മാസം മുമ്പ് എൻ്റെ അടുത്തേക്ക് ഒരു പാരന്റ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, 4-5 മാസമായിട്ട്. അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, മാഷെ ഞങ്ങൾ ഓർമ്മയുണ്ടോ? അപ്പൊ എനിക്ക് അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് റീസെൻ്റാവും. അപ്പൊ ഞാനൊന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അയാൾ ഓർക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 9 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. പിന്നീടുള്ളവർ വ്യക്തമാണോ? Is it clear to you? വ്യക്തമാവുന്നുണ്ടോ? ഇല്ല. 9 വർഷം മുമ്പാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിവിടെ വന്നത് ഇവനെ ഒരു കളവ് ചെയ്യുന്ന സ്വഭാവമുണ്ടായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കക്കുന്ന കുട്ടിയായിട്ട് വന്ന അപൂർവം സന്ദർഭങ്ങളെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, 6 വയസ്സായ കുട്ടി മോഷണത്തിന്റെ പ്രശ്നമായിട്ട് വന്ന ഒരു സംഭവം. അന്നത്തെ സംഭവം ഇങ്ങനെയാണ്. ശരിക്കും ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഇവന്റെ അമ്മ ഒരു ദിവസം ഇവന്റെ ബാഗിൽ നിന്ന് ഒരു പേന കണ്ടെടുത്തു. ഒരു ബ്രാൻഡ് ന്യൂ സീലൊന്നും പൊട്ടിക്കാത്ത ഒരു പേന പാക്കറ്റിലെടുത്തു. അപ്പൊ അമ്മ 1ാം ക്ലാസ്സിലെ പേനയുടെ ആവശ്യമില്ല, അമ്മ പേന വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പൊ അമ്മ കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്ക് എവിടെ നീക്കില്ല? ഈ വളരെ നിഷ്കളങ്കമായിട്ടുള്ള 6 വയസ്സായി പറഞ്ഞു, അമ്മേ 5ാം ക്ലാസ്സിൽ ഒരു ചേട്ടൻ തന്നതാണ് പേന, നാളെ തിരിച്ചു കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ട്, പാക്കറ്റ് പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ കൊണ്ടുകൊടുക്കുമേ. ഇതിൽ സംശയിക്കാനൊന്നുമില്ല. പക്ഷെ പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അമ്മമാർക്ക് മനസ്സിലൊരു പോറലെ ചിലരെ ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നും. അതിന് ന്യായീകരിക്കൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും അങ്ങനെ തോന്നുന്ന തോന്നലെ ശരിയാവുകയും. പിറ്റേ ദിവസം ഈ അമ്മ ഒരു വിവേകമുള്ള അമ്മയായതുകൊണ്ട് ഈ നുണ പറയണേ എന്നൊന്നും പറഞ്ഞില്ല. ഈ അമ്മ പറഞ്ഞു ശരി. പിറ്റേ ദിവസം അമ്മ സ്കൂളിലെത്തി ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ 5ാം ക്ലാസ്സുകാരെ തൊട്ടുള്ളവരുടെ ബ്ലോക്ക് വേറെ, ഇവൻ 5ാം ക്ലാസ്സുകാരെ മിങ്കിൾ ചെയ്യാറുണ്ടോ? ഇവന്റെ കയ്യിൽ ഇന്നലെ ഞാനൊരു പേന വേണം, ടീച്ചറെ എങ്ങനെയാണ് പേന കിട്ടിയത്? ടീച്ചർ പറഞ്ഞു, ഞാനിത് പറയാനിരിക്കുകയായിരുന്നു, ധൈര്യം എഴുതി കൊടുത്തഴിയാൻ നമുക്ക് അധികാരമില്ല. കാരണം സ്കൂളിൽ ഒരു സ്റ്റോർ തുടങ്ങിയത് ഈ അടുത്താണ്. സ്കൂളിൽ സ്റ്റോർ തുടങ്ങി. അപ്പൊ കുട്ടികൾ ധാരാളം പൈസ കൊണ്ടുവന്ന സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ടീച്ചർമാർ എഴുതി കൊടുത്തയക്കാൻ പാടില്ല. കാരണം എഴുതി കൊടുത്തയച്ച് കഴിഞ്ഞാൽ അവർ പൈസ കൊണ്ടിട്ടെന്ന് പറഞ്ഞു സ്റ്റോർ നഷ്ടപ്പെടും. അതുകൊണ്ട് ടീച്ചർമാർക്ക് രജിസ്ട്രേഷൻ കുട്ടികൾ പൈസ കൊണ്ടുവന്നവരെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ടേ എന്നാണ്. അപ്പോൾ എന്നാലും ഞാനൊരു അമ്മയായിരുന്നു, എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അവൻ ധാരാളം പൈസ കൊണ്ടുവരുന്നുണ്ട്. പൈസ കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമല്ല സ്റ്റോർ തുറക്കുമ്പോൾ തന്നെ ആ ചേച്ചിയുടെ മുമ്പിൽ, സ്റ്റോർ നടത്തുന്ന ചേച്ചിയുടെ മുമ്പിൽ ഉണ്ടാവും. ആദ്യം കാണുന്ന സാധനങ്ങളും വാങ്ങും. 100 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് പേന, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് പെൻസിൽ, അല്ലെങ്കിൽ ചോക്ലേറ്റ്, റബ്ബർ, അവന് ഇഷ്ടമുള്ളത് വാങ്ങും. അവിടെ ഉള്ളവരോട്
ഒടുവിൽ അത് അയാളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സുരക്ഷ പോകുന്ന പോലെ അവർ ഒറ്റ പോകും. ആർക്ക് കൊടുത്തു, എന്ത് കൊടുത്തു എന്നവർ ചിന്തിക്കാറ്. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു എന്നോട്. എന്തായാലും അമ്മ വന്നതുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറഞ്ഞു. തിരിച്ചു വീട്ടിൽ എന്ന് അമ്മ കുട്ടിയോട് ചോദിച്ചു, മോനെ എനിക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത്? അമ്മയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിനക്ക് നീ പൈസ എടുത്തോ ഇല്ലേ എന്നൊക്കെ ചോദ്യം ചെയ്യാം, ഒരു FIR രജിസ്റ്റർ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു അമ്മയ്ക്കൊരു അധികാരമുണ്ട്. കുട്ടിയുടെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിയോട് ചോദിക്കാം, നിന്റെ നീ പൈസ എടുത്തു, നിനക്ക് എവിടെ പൈസ കിട്ടി? അമ്മ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് മോനെ പൈസ കിട്ടി? ഇവൻ ആദ്യം പറഞ്ഞു, എനിക്ക് പൈസ കിട്ടിയിട്ടൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഫൈനലി പറഞ്ഞു, ഞാൻ ടീച്ചറോട് സംസാരിച്ചു, ഈ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയേണ്ടത് നീ എടുത്തോ ഇല്ല എന്നുള്ളതല്ല, എനിക്കറിയേണ്ടത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ്. അവസാനം പറഞ്ഞു, ഞാൻ മുത്തശ്ശൻ്റെ അടുത്താണ്. മുത്തശ്ശൻ എന്ന് പറയുന്നവിടെ അമ്മയുടെ അച്ഛനാണ്. അമ്മയുടെ അച്ഛൻ ഈ മോളുടെ കൂടെയാണ് താമസം. അപ്പൊ അവിടെ മകളുടെ കൂടെ താമസിക്കുമ്പോൾ ഒരു ചെറിയ റെസ്ട്രിക്ഷനൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ മുത്തശ്ശൻ പൈസ വയ്ക്കുന്നത് കിടക്കേണ്ട അടിയിലാണ്. അപ്പോ കിടക്കേണ്ട അടിയിലേക്ക് 100 50 രൂപ പോകുമ്പോൾ മുത്തശ്ശൻ എന്ന് പറയും, മോളെ 50 രൂപ കാണാനില്ലേ? അപ്പൊ മോള് പറയും, അച്ഛൻ ഇത് ഉറക്കെ പറയരുത്, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, ഞാൻ ജോലിക്ക് പോകണം, എനിക്ക് പൈസ കിട്ടും. ഇനി എന്റെ ഭർത്താവ് നിങ്ങളുടെ പോകും, അയാൾ കേൾക്കണ്ട, അയാളുടെ വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ 6 വയസ്സായ കുട്ടിയാണ്, നിങ്ങൾ മിണ്ടരുത്, അച്ഛൻ മര്യാദയ്ക്ക് സൂക്ഷിച്ചു വെച്ചു പൈസ, ഇനി ഞങ്ങൾ കുട്ടി പറയുന്നത്. അപ്പൊ ഈ ഒരു ആനുകൂല്യം ഈ കുട്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും അതോടുകൂടി അച്ഛനോട് പറഞ്ഞു, അച്ഛനോട് അമ്മ പറഞ്ഞു, ഇനി പൈസ സൂക്ഷിച്ചു വയ്ക്കണം, പൈസ ഇങ്ങനെ വയ്ക്കുന്നത്. അച്ഛനും പൈസ കൂട്ടി വയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പൈസ കിട്ടാനുള്ള ഒരു മാർഗമില്ല. ഇങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ കുട്ടിയോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? എങ്ങനെ പെരുമാറും? അതിൽ പറയാം, നിങ്ങളെങ്ങനെ പെരുമാറും? ഈ കുട്ടി അടിക്കുമോ? ഇല്ല, ആരും അടിക്കില്ല. പാലക്കാട് ആരും കുട്ടികൾ അടിക്കുന്നില്ല. പിന്നെ ഈ കുട്ടിയോട് ഉപദേശിച്ചില്ല. നന്നായിട്ട് ഉപദേശിച്ചു. എന്തെങ്കിലും പ്രൊഫഷണലിന്റെ അടുത്തേക്ക് ഈ കുട്ടി എത്തിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് അച്ഛനും അറിയാവുന്ന എല്ലാ നിയമങ്ങളും ഈ കുട്ടിയിൽ നടപ്പാക്കി കഴിയുന്നുണ്ടാവും. പരാജയപ്പെടുമ്പോൾ പ്രൊഫഷണലിന്റെ അടുത്തേക്ക് എത്തുന്നു അല്ലെ? എന്തായാലും ഇവരെ എത്തിയില്ല. അപ്പൊ ഈ അമ്മ കുഞ്ഞിനെ ആദ്യം ഉപദേശിക്കുക മാത്രമല്ല, അതിന്റെ പ്രൊജക്ഷൻ, ഈ മാക്സിമം നീ ആരാധിക്കും എന്നുള്ളത് മനസ്സിൽ കാണിച്ചു കൊടുക്കും. നീ വലിയ പെരുകൊള്ളനായിട്ട് തീരും. കാരണം ഇവന് കത്താനറിയാം, നിൽക്കാനറിയാം, തെളിവുകൾ നശിപ്പിക്കാനറിയാം, ആ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനറിയാം. ഇത്തരം ഒരു കള്ളനെ നിങ്ങൾ എന്ത് വിളിക്കും? ഇത് അരിക്കട്ടെ എന്നൊരു പെരുകൊള്ളൻ. ഏതായാലും അമ്മ അവരെ ഉപദേശിച്ചു, ഈ ഒരു പെരുകൊള്ളനാവും. പിന്നെ പോലീസുകാരെ പിടിച്ചുകൊണ്ടു, നിന്റെ നഗരത്തിന്റെ അടിയിൽ ആണി അടിച്ചു കയറ്റും, നിന്നെ ലോകപ്പിൽ തലകീഴായിട്ട് കെട്ടിക്കൊണ്ടു. അങ്ങനെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അടുത്ത ദിവസം ഒരു അയൽക്കാരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഇവരുടെ കയ്യിൽ 100 രൂപ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഞാൻ ഇടപെട്ടാൽ പിന്നെ അവരുടെ അഡ്രസ് കാണും. അതുകൊണ്ട് തൃശ്ശൂരിന്റെ ഭാഷയായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം, ഞാൻ ഇടപെട്ടാൽ അവരുടെ അഡ്രസ് കാണാൻ, നീ ആയിട്ട് കഴിഞ്ഞത് കൈകാര്യം എന്നെ തിരുതി ഇടപെട്ടതാണ്. എനിക്ക് ആഗ്രഹം കൺട്രോൾ കഴിയും. അത് അമ്മയ്ക്ക് കിട്ടുന്ന വലിയൊരു പോസിറ്റീവ് സ്ട്രോക്കാണ്. കാരണം യു ഹാവ് കൺട്രോൾ, ഐ ഡോണ്ട് ഹാവ് കൺട്രോൾ എന്നുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ്. അപ്പോ അമ്മ ഇടപെട്ടു. അപ്പൊ അമ്മയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. അമ്മ അടിച്ചതിന് ശേഷവും അടുത്ത ദിവസം ഒരു കസിന്റെ വീട്ടിൽ പോയി വന്നപ്പോ ഇവന്റെ 50 രൂപ. അപ്പോഴാണ് ഇവരെ നമ്മുടെ അടുത്തേക്ക് വന്നത്. അടിച്ചിട്ട് കാര്യം എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെന്നറിയാം. ശരീരത്തിൽ ഷർട്ടിന്റെ പുറത്തൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ വയനാട്ടിൽ പിടിച്ച അടിവേട പോലുള്ള വരകൾ ഇവന്റെ ശരീരത്തിന്റെ പല ഭാഗം കാണാം. കാരണം നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും. ഈ കുട്ടി എന്റെ മുമ്പിൽ നിന്ന് ഇരിക്കുന്ന അമ്മയുടെ അച്ഛനുണ്ട്. ഇവർ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിയുമോ? അവരുടെ ഭാഷ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്ത് കഴിയും. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാം. ഞാനെന്റെ അച്ഛനോട് ചോദിച്ചു, നിങ്ങളെന്താ, നിങ്ങളുടെ ജോലി എന്താ? കാരണം ഇവനെ നന്നായിട്ട് ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. അവർ പ്രയോഗിക്കുകയും ഇവനെ കോൺസിക്വൻസസ്
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല. കാരണം അതൊക്കെ ചെയ്തു തരും. ഇനി അവനൊരു നെഗറ്റീവ് എൻഫോഴ്സ്മെന്റ് കൊടുക്കുക, പോസിറ്റീവ് എൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഞാൻ പഠിച്ച തീരുമാനം പറഞ്ഞിട്ട് കാര്യം എല്ലാ തീരുമാനം അവിടെ ഇത് വരും. ഇനി അതിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് അവരെന്നോട് ആവശ്യം. ഞാൻ എഴുതുകാരനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ജോലി? ഇയാൾ പറയുന്നത് രണ്ട് കടയാണ്. രാവിലെ ഉച്ച വരെ ഞാൻ കടയിലിരിക്കും, ഉച്ചയോട്ട് വൈകിട്ട് വരെ വേറെ കടയിലിരിക്കും. അവിടെ മാനേജറും അക്കൗണ്ടന്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവർ നോക്കും. ഞാൻ സൂപ്പർവൈസ് ചെയ്യാൻ കട എൻ്റെ പാർട്ട്ണർമാരുടെ വീട്ടിലെ കടയാണ്. അച്ഛൻ എനിക്ക് ഒരെണ്ണം തന്നു, ഞാൻ രണ്ടെണ്ണമാക്കി. ഞാൻ എല്ലാം സുഖമായിട്ട് പോകും. ഞാനപ്പോൾ ഒരുപാട് ചോദിച്ചു, ഇവൻ ഈ പൈസ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുവാദം കൂടാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? വാട്ട് മൈ ബി ദ ഇന്റൻഷൻ? എന്തായിരിക്കും കാരണം? എന്തെങ്കിലും കാരണം ഉണ്ടാവുമോ? എന്തായിരിക്കും കാരണം? ചോദിച്ച സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരെ. ഓക്കെ, പിന്നെ ഞാൻ വലിയ അളവാണെന്നുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ അളവാണെന്നുള്ള, ഹീറോ ഉള്ള പല കാരണങ്ങളുണ്ടാവും. ഞാൻ നോക്കിയപ്പോൾ ഒരു 4 കാരണങ്ങൾ ഞാൻ അച്ഛനമ്മേനെയും ഈ ഒരു പ്രശ്ന പരിഹാരത്തിൽ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയായി. കാരണം അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം വന്നാൽ അവർ വീട്ടിൽ എൻ്റെ അടുത്തേക്ക് വരേണ്ടി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ 4 കാരണങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതൊന്നും എനിക്കത് അപ്ലിക്കബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ആവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങി കൊടുക്കാതിരുന്നെങ്കിൽ ഇവൻ സാധനങ്ങൾ ചൂസ് ചെയ്തിട്ട് വാങ്ങിയേ ഇല്ലേ? ഇവൻ കിട്ടേണ്ട സാധനങ്ങൾ ഇവനത് ചൂസ് ചെയ്യുന്നില്ല. ഇവൻ അവിടെ നിന്ന് ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങൾ വാങ്ങണം. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോ ആവാനാണെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങി കൊടുത്തതിന് ശേഷം അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ തിരിച്ചു വന്നേനെ, അല്ലെങ്കിൽ അത് രണ്ടാമത് ആ ഒരു കാര്യം യൂസ് ചെയ്യാനായിട്ടോ വന്നേനെ. ഇവൻ ആർക്ക് കൊടുക്കുമെന്നാലും നോക്കുന്നില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, ഇവൻ ഹി വാസ് എൻജോയിങ് ദ പവർ ഓഫ് പർച്ചേസിങ്. സാധനങ്ങൾ വാങ്ങുന്നതിൽ ഒരു സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ഒരാള് കള്ളക്കട്ട് നടത്തിയിട്ട് പോലും പണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അനധികരായിട്ട് പോലും പണം ഉണ്ടാക്കുന്നതിന് അയാൾക്ക് ഒരു പർച്ചേസിങ് പവർ ഉണ്ടാകും. അയാൾക്ക് ബെൻസുകാർ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ കുറേ സാധനം വാങ്ങാൻ വേണ്ടി. അപ്പൊ പവർ ഓഫ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആനന്ദം കൊടുക്കുന്ന സമയം. എല്ലാ കുട്ടികളും വാങ്ങുന്നു, ഞാനും വാങ്ങും. ഇത്രയും പറഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പർച്ചേസ് എൻജോയ് ചെയ്യാണ്. ഇത് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, ഭാഷയ്ക്ക് മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വളരെ എളുപ്പത്തിലായി. അങ്ങനെ കൗൺസിലിംഗ് സെഷന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ നിരാശപ്പെടുത്തി എണീറ്റ് പോയി അനുഭവം ആളുകളെ ഉണ്ടായിരുന്നു. പേര് വന്നിട്ടുണ്ട്. ഇയാളോട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ദേവസ്വണ്ടല്ലോ ദേവേന്ദ്രോ. അപ്പൊ ഈ 10 കൊല്ലം 9 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ വിചാരിച്ചു അന്നവരിങ്ങനെ എനിക്ക് പോയതല്ലേ, ഈ കുട്ടി തീരെ നാശമായിട്ടുണ്ടോ, മോശമായിട്ടോ, അതുകൊണ്ടായിരിക്കും രണ്ടാമത് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ പ്രശ്നമൊക്കെ വഷളായോ? അല്ല, മറ്റൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്. ഞാനത് തിരിച്ചു പോകുന്ന സമയത്ത് ഓട്ടോറിക്ഷയുടെ പൈസ കൊടുക്കേണ്ട സമയത്ത് ഞാൻ എനിക്ക് പണം കൊടുത്തു. അവൻ പൈസ കൊടുത്തു, ബാക്കി എൻ്റെ വന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനവന് പൈസ കൊടുത്തു. ഞങ്ങളാണ് ചൂസ് ചെയ്യുന്നത്, അവനാണ് പേ ചെയ്യുന്നത്. പക്ഷെ അവന് പൈസ മുഴുവൻ കൊടുത്ത് വെറും കൈയായിട്ട് തിരിച്ചു പോകാൻ അവന് ഭയങ്കര വിഷമമാണ്. അപ്പൊ അവൻ ഞാൻ വലിയ സാധനങ്ങൾ എടുക്കുമ്പോൾ പറയും, അച്ഛൻ ചെറിയ സാധനം പോയത്, കാരണം അവന് ബാക്കി വേണം. അപ്പൊ അച്ഛൻ പറയും, മോനെ നമ്മൾ 4 പേരുടെ വീട്ടില് ഈ 4 പേർ കൂടി ഇത് തികയില്ല, 4 പേർക്ക് എത്ര വേണം? ചില സമയത്ത് ഞാൻ അങ്ങനെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഇതിന് ക്വാളിറ്റി കൂടുതലാണ്, ഇതിന് ക്വാളിറ്റി കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം അതിനുശേഷം കിട്ടി. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ മുഴുവൻ പരീക്ഷയുടെ സമയത്ത് എനിക്ക് വലിയൊരു അസുഖം വയറിൽ വന്നിട്ട് ഞാൻ അഡ്മിറ്റഡ്. 3 മാസം വീട്ടിലും ഹോസ്പിറ്റലിലായിട്ട് കഴിഞ്ഞു. എനിക്ക് കടയിൽ തിരിഞ്ഞ് നോക്കാൻ പറ്റിയില്ല. മുഴുവൻ പരീക്ഷയുടെ ഇടയിലായിട്ട് കൂടി കഴിഞ്ഞ 3 മാസം എൻ്റെ ഈ 2 കടകളും സൂപ്പർവൈസ് ചെയ്തത് ഇവനാണ്. കണക്ക് വെച്ച് ഞാനിവിടെ കണക്കൊക്കെ എടുത്ത് ഇന്നലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് കൊണ്ടുചെന്ന് പറഞ്ഞപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മോൻ നിന്നേക്കാളും നന്നായിട്ട് ബിസിനസ് ചെയ്യും. ഇത്രയും പറഞ്ഞാൽ കണ്ടു തന്നിട്ട് ഇയാൾ പറഞ്ഞു, മാഷോ 10ാം ക്ലാസ്സിൽ തോറ്റാലും എനിക്ക് 10ാം ക്ലാസ്സിൽ തോറ്റാലും 48 വയസ്സിൽ എനിക്ക് അറിയാവുന്ന ബിസിനസ് അവന് 14 വയസ്സിലായി. ഇനി 28 വർഷം വേറെ കിടന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു കട 2 കടയാണെങ്കിൽ ഇവൻ ഒരുപാട് വളർന്നു. ഇവിടെ ഒരു മോഷണം എന്നുള്ളത് വാസ്തവത്തിലെ കുട്ടിയുടെ ബിഹേവിയറാണ്. ഇറ്റ്സ് നോട്ട് എ മിസ്ബിഹേവിയർ. അത് എവിടെ കൊണ്ട് വയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനാണ് ബാലൻസ്. ഇപ്പൊ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ കയറി കെട്ടി
ഒരു ക്രൈമാണ്. പക്ഷെ ധാരാളം ഹാക്കേഴ്സിനെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യും. അവര് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ഹാക്കേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പട്ടണ ക്യാമ്പിൽ ഇത് ചെയ്യുമ്പോൾ രാജ്യസേവനം, വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ രാജ്യത്വം വലിയ സംഗതിയാണ്. അപ്പൊ ആക്ഷൻ അല്ല പ്രശ്നം, ഇന്റൻഷനാണ് പ്രശ്നം. നോണ പറയുന്ന കുട്ടിയാണെങ്കിലും നമുക്ക് കുട്ടിയോട് പറയാം, 7 വയസ്സ് 8 വയസ്സിലും കുട്ടിയോട് പറയാം, മോനെ ഇത് നല്ലൊരു ഭാവനയാണ്, ഇത് നിന്റെ നല്ലൊരു കഥയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നന്നായി കളവ് പറയുന്ന നോണ പറയുന്ന ആളാണ് സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ വാസ്തവത്തിലെ ഇന്ന് അപ്രോപ്രിയേറ്റ് ഇനപ്രോപ്രിയേറ്റ് എന്ന് പറയുന്ന അവസ്ഥകളെ കുഞ്ഞുങ്ങളുള്ളൂ, ശരി തെറ്റുകളല്ല. ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം വേറൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ വിവേചനം ഉണ്ടാക്കി കൊടുക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പൊ ശരിക്കും ബിഹേവിയർ മിസ്ബിഹേവിയർ അല്ല, ബിഹേവിയറാണ്. നമ്മളതെങ്ങനെ കാണുന്നു, എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനതാണ് ചോദിച്ചത്, ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ? അനുസരണക്കേട് കാണിക്കുന്നവരല്ല, അവർക്ക് പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിന് ഒരു പരിശീലനം കിട്ടാത്തവരാണ് അനുസരണക്കേടുള്ളവരായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അവർ കൊടുക്കുന്ന മുൻഗണന നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുൻഗണന അല്ലാത്തതുകൊണ്ട് നമ്മൾ അനുസരണക്കേടെന്ന് പറയുന്നു. ഒരു കുട്ടി 18 വയസ്സിൽ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി 18 വയസ്സിന്റെ ബർത്ത്ഡേ എന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഓടിപ്പോയി മാരേജ്. 18ാമത്തെ ബർത്ത്ഡേ ആണ്. ഇനി ആർക്കും പറയാൻ പറ്റില്ല. അവൻ വീട്ടിലേക്ക് ഒരു കേൾക്കുന്നത്, ഭർത്താവാകാൻ പോകുന്ന ആളെ വീട്ടിലേക്ക് ഒരു കേൾക്കുന്നത്, വലിയൊരു മോള് വലിയൊരു പണക്കാരൻ്റെ മോള്. അവന് കൊടുത്തൊരു വാക്കുണ്ട്, ഞാൻ ചേട്ടാ എൻ്റെ കൂടെ വരാമെന്ന്. അച്ഛനമ്മയ്ക്കും കൊടുക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ അവനോട് അച്ഛനമ്മയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവനോട് അനുസരണക്കേട് കാണിക്കും. അവന് കൊടുക്കുന്ന വാക്കനുസരിച്ച് പോയി കഴിഞ്ഞാൽ അച്ഛനോട് അമ്മോടും അനുസരണക്കേട് കാണിക്കും. അപ്പൊ ശരിയായിട്ടുള്ളത് എവിടെ ചൂസ് ചെയ്യണം, ശരിയായ കാരണം അറിയാത്തതാണ് പലപ്പോഴും അനുസരണക്കേട് കാരണം. ഇനി പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ there is no misbehave. Children do not misbehave, they only behave.